അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. എനിക്ക് നെഗറ്റീവ് കുറ്റമായിരുന്നു. എൻ്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും പിന്നെ സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നോ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് ഇതായിട്ടാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സീതത്തോടെ ദീപ്തിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ രേണുക്കുട്ടൻ എന്നാക്കി കേട്ടോ പേര്, പുതിയൊരു പേര് മാറ്റിയിട്ട്. കാര്യം രേണു മൊത്തം കുട്ടൻസുമാരാണുള്ളത്. അപ്പോൾ പിന്നെ രേണുക്കുട്ടൻ എന്നാക്കി. നീ ഇത് പറഞ്ഞുകൊണ്ട് ചിലർ വരും, അവൾ ആരാ പേരിടാനായിട്ട്, നീ ആണോടി പേരിടുന്നത്, നീ ആണോടി അങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരും. വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ ചാനലിലൂടെ അവരവർക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ റിയാക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർ പറയുന്നത് എന്നാണെന്നറിയോ, അവരെ ചെന്ന് ആരും ചീത്ത വിളിക്കില്ല. ഞങ്ങൾ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ നല്ല വർത്തമാനം പറയും. അവർക്ക് റിയാക്ഷൻ വീഡിയോക്കാരെ എടുത്ത് വെച്ച് ചീത്ത വിളിക്കാം, അതിന് കുഴപ്പമില്ല. അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ തൊലിക്കെട്ടി ഭയങ്കര തന്നെ. കാര്യം നമ്മളോട് പോലെയുള്ള അത് ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമില്ലാത്ത എത്രയോ പേര് എന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് രേണുക്കുട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പറഞ്ഞുകൊണ്ട് വരും. ഇതൊക്കെ പറയുന്നൊക്കെ കേട്ടാൽ തോന്നും ഈ പറയുന്നവരൊക്കെയാണ് ഇവരുടെ തന്തയെന്ന് തോന്നും കേട്ടോ. അത് ഇവർക്ക് തന്തമാർക്കുള്ളതിനൊക്കെ സങ്കടമാണ് അവർക്കൊക്കെ. അതാണ് വേറെ രസം. അപ്പം നമുക്ക് രേണുക്കുട്ടൻ്റെ വീഡിയോ കാണാം. രേണുക്കുട്ടൻ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുക്കുട്ടൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ലീക്ക് ആക്കിയവരോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അതെനിക്ക് തോന്നി കേട്ടോ. ഇവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ ഹൈപ്പ് ഒന്ന് കുറയുമ്പോഴത്തേക്ക് ഇവർ എന്നതേലും ഒരു കോലം കെട്ടിയിട്ട് ഇവർക്കറിയാം ഇത് പുറത്ത് പോകുമെന്ന് ഇവർക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിടുന്നത്. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പുള്ളിക്കാരി എന്നെ ചെയ്യും, അവരോടൊരു താങ്ക്സ് പറയും. ഒരു സൈഡിൽ കൂടെ അവരെ അങ്ങ് ചീത്ത വിളിക്കുകയും ചെയ്യും. അതാണ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം. അപ്പം ഈ താങ്ക്സ് പറയുന്നത് പുള്ളിക്കാരി സ്റ്റോറി ആയിട്ട് എടുത്തോളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാവുമല്ലോ. അതേസമയം ഈ ചീത്ത വിളിക്കുന്നത് ഇവരുടെ അക്കൗണ്ടിൽ അല്ലാതെ അങ്ങ് ഇടും. കാര്യം അത് 10 പേര് കാണുമല്ലോ ഇവർ എതിർത്തു എന്നുള്ളത്. ഇത് പുള്ളിക്കാരിക്ക് എതിർക്കുകയും ചെയ്യണം, എന്നാൽ പുള്ളിക്കാരിക്ക് ഇത് സന്തോഷമാണ് താനും. ഇതൊക്കെയാണ് എനിക്ക് ഇവരുടെ ഡയലോഗും തോന്നിയത്. അല്ല, ഇവർ ശരിക്കും ഒരു കോമഡി പീസുമാണ്. അതിലേറെ ഒരു വൾഗറായിട്ട് എന്നെ വേണമെങ്കിലും കാണിക്കുന്ന ഒരു വ്യക്തി. അത് രണ്ടും കൂടെ ചേർന്നിട്ടൊരു സംഭവമാണ്. എന്നാലും നമുക്ക് രേണുക്കുട്ടൻ്റെ ആ ഒരു സന്തോഷകരമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിബ് വീഡിയോ വൈറലാക്കി കൊടുത്ത സഹോദരനുള്ള താങ്ക്സ്. മനുക്കുട്ടോ, മനുവിനെയാണ് കേട്ടോ. മനുവാണ് ഇതെടുത്ത് ലീക്കാക്കി കൊടുത്തത്. മനുവിനെ സഹോദരൻ എന്നാണ് വിളിച്ചു കേട്ടോ സംബോധന ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സഹോദരൻ ഒന്ന് മനസ്സിലാക്കുക. സഹോദരനോട് ഒരുപാട് നന്ദിയുണ്ട് ഈ സഹോദരിക്ക്. കാര്യം സഹോദരനോട് നന്ദി പറഞ്ഞാണ്. കാര്യം ഇത്രയും എല്ലാവരും മനുവിനെ കുറ്റം പറഞ്ഞില്ലേ, മനു ആണ് ഇങ്ങനെ കാണിച്ച് എടുത്തതെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഈ കുറ്റം പറഞ്ഞവർക്കൊക്കെ സമാധാനമായില്ലേ. കാര്യം പുള്ളിക്കാരി തന്നെ വന്ന് അതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. മനു ഇനി അത് ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനു പാവം ബീവിയുടെ തലയിലായിരുന്നു പ്രശ്നം വന്നത്. ബീവി അതിൻ്റെ 7 അയലൊക്കത്ത് പോലും പോയിട്ടില്ലായിരുന്നു. ബീവിക്കാണ് വന്നത്. എനിക്ക് വന്നത് ഇവർക്ക് ഈ ബീവി മനു ഇവരെല്ലാം കൂടെ, പിന്നെ നമ്മുടെ ബിച്ചൂസ്, ഇവരെല്ലാം കൂടെ ആയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തെറ്റാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാണെന്ന് തോന്നുന്നു. ഇവർ ആരാണ് എന്നാണെന്ന് അറിയാൻ പറ്റില്ല. എന്നാ വന്നാലും ബീവിയുടെ തല കൊട്ടിടും. തൊപ്പി വെച്ച് ആരെങ്കിലും ഉണ്ടോ അത് ബീവിയാണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം. അങ്ങനെയാണ് പുള്ളിക്കാരി ഇടുന്നത്. എന്നാണേലും മനുവിനോടാണ് താങ്ക്സ് പറഞ്ഞേക്കുന്നത് കേട്ടോ. മനു അതിൻ്റെ ഒരു നന്ദി മനു എപ്പോഴും കാണിച്ചിരിക്കണം. അല്ലാതെ മനു ചുമ്മാ ഉത്സാഹക്കുറവോട് ഒന്നും ഇരുന്നേക്കരുത്. നല്ല ഹാപ്പി ആയിട്ടിരുന്ന കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ കൊണ്ടുവരണം. ബാക്കിയൂടെ കേൾക്കാം. എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന് എന്തായാലും ഞാൻ ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. ഹൈ റേഞ്ച് കയറിയിട്ടുണ്ടെന്നോ? ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ മനു നീ അങ്ങ് കട്ടപ്പനയ്ക്ക് തട്ടിയോ ഇവരെ വിടുന്നത്? അത്രയ്ക്ക് ദൂരെയൊക്കെയാണ് ഇവർ തട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹൈ റേഞ്ച് എന്നൊക്കെ പറയുന്നത് കട്ടപ്പനയൊക്കെ ഏരിയയിലേക്കാണ് നമ്മൾ ഹൈ റേഞ്ച് ഏരിയ എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഹൈ റേഞ്ചിലാക്കിയെന്ന് എനിക്ക് തോന്നേ, ഹൈ റേഞ്ചിലാക്കി എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഹൈ റേഞ്ച് എന്നങ്ങ് ആയിപ്പോയതാ. പോട്ടെ അല്ലേ. എന്നാണേലും മനു നിന്നോട് ഇപ്പം എല്ലാവർക്കും ഒരു ബഹുമാനമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആരെ കൊണ്ടും പറ്റാത്തൊരു കാര്യമാണ് നീ ചെയ്തത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരിക്ക് നിന്നോടൊരു പ്രത്യേക പരിഗണനയുണ്ട് കേട്ടോ. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണുസുതി കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. ചുണ്ടല്ലേ കടിച്ചതുള്ളൂ. അപ്പോൾ ചുണ്ടിൻ്റെ കടി കിട്ടിയോ? ചുണ്ടിനല്ലേ കടിച്ചുള്ളൂ, വേറെ ഒന്നും കടിച്ചില്ലല്ലോ എന്നൊക്കെയാണോ പുള്ളിക്കാരി. എന്നാലും പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നീ എന്നെ സന്തോഷം നോക്കിയത്, നല്ല സന്തോഷമായിട്ടാണ് വന്ന് പറയുന്നത്. ചുണ്ട് കടിച്ച കാര്യവും ചുണ്ട് കാണിച്ച കാര്യവും ഇത്രയും ഹാപ്പി ആയിട്ടൊക്കെ ആർക്കാണ് പറ്റുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ പറയാറുണ്ട്, നീയൊക്കെ എന്നാ റൂമിനകത്തിരുന്ന് ഒരു ഫോണിനകത്തിരുന്ന് കാണിക്കുന്ന പരിപാടിയല്ലേ നീ ചില കവലപ്രസംഗം നടത്തുന്ന ഒരു കാര്യം. കവലപ്രസംഗം നടത്തുന്നവരെന്ന് ഉദ്ദേശിച്ച് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ റൂമിലിരുന്ന് ചെയ്യുന്നതെന്നാണ് അവർ. അപ്പോൾ അവർ കവലയിൽ നിന്നായിരിക്കുമല്ലോ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള മൈൻഡിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
കവരപ്രസംഗം നടത്തുന്ന മാതിരിയാണ് അവർ പറയുന്നത്. അപ്പം എന്നാണേലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മനുവിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മാസ്റ്റർ മൈൻഡ് മനുവാണേ. ആ മനുവിനോടാണ് ഈ നന്ദിയും കടപ്പാടും എല്ലാ സ്നേഹവും എല്ലാം പുള്ളിക്കാരി കൊടുത്തിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്. എന്നാണേലും പുള്ളിക്കാരി ഇത്രയും സന്തോഷവതിയാക്കാനായിട്ട് മനുവിനെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. കാര്യം സാധാരണ മനുഷ്യരൊക്കെ ഇങ്ങനെയുള്ളൊരു സംഭവം വന്നാൽ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഹാപ്പിയാണ്, സന്തോഷമായിട്ടാണ് പറയുന്നത്. കാര്യം പുള്ളിക്കാരി ഇത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, ഒന്ന് വയറിൽ കയറാനായിട്ട്, എങ്ങനെയും ഒന്ന് വരണമെന്നുള്ളത്. പക്ഷെങ്കിൽ ഇവരെ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരറിയുന്നില്ല. ഒരു സൈഡിൽ നിന്ന് ഇവരെ പൊളിച്ചടക്കി ഇതെല്ലാം ഇവർക്ക് നിർത്തലാക്കി കൊടുക്കാനുള്ള വഴി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയേക്കുമെന്ന് ഇവരറിയുന്നില്ല. വേറൊന്നും കടിക്കത്തില്ല. രേണുസുധയും ചുണ്ട് കടിച്ചപ്പോൾ അത് വയറിലായി. കടിക്കട്ടേടാ അത് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടോ കുട്ടാന്നല്ലാതെ എന്താടോ കുട്ടാ പറയുക. പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചായിരുന്നേ. കാര്യം ചുണ്ട് കടിക്കത്തില്ല എന്ന് പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് പോകും. പുള്ളിക്കാരി അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു നമ്മളതിന് അവരെ ഒരു ഇത് പറയണം, ഒരു താങ്ക്സ് പറയണം. കാര്യം വെച്ചാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതല്ല അങ്ങനെ സംഭവിക്കുകയില്ല എന്നൊക്കെ. പിന്നെ ആ അവസാനമുള്ള കുട്ടാ എന്നുള്ള വിളി കേട്ടോ നിങ്ങൾ? കടിക്കില്ലെന്ന് പിന്നെ എന്താണ് കുട്ടാ പറയുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര ഒരു കാര്യം പറയാതെ ഇവർ ഈ കുട്ടാവിടിയിലുള്ള ആ ഒരു കോരിത്തെരിപ്പും ആ ഒരു സംസാരവും ഇവരെ കാണിച്ചതിനൊക്കെ ഭേദമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാണിക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും ഓക്കാനും വരുന്നതാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ കമൻറ്റ് ചെയ്തേക്കുന്നത്. ഈ കുട്ടാവിളിയിലായിരിക്കും എല്ലാവരും വീണ് പോകുന്നത്. കുട്ടാവിളിയിൽ എത്ര റൊമാൻറ്റിക് ആയിട്ടാണ് വിളിക്കുന്നതെന്ന് നോക്കി. അങ്ങനെ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുക. മനുവിനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. മനുവിനെ കൊണ്ട് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആരെക്കൊണ്ട് എല്ലാവരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ലത്. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അവരത്രയും ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്, എത്ര സന്തോഷവതിയായിട്ട്. ഇത്രയും തൊലിക്കട്ടിയുള്ളൊരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും തൊലിക്കട്ടിയുള്ളൊരു സ്ത്രീയെ. കാര്യം അവരെപ്പറ്റി ഇത്രയും മോശമായിട്ടൊരു വീഡിയോസാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് എത്ര സന്തോഷമായിട്ട്, എത്ര ഇതാണ് ചിരിച്ച് കളിച്ച്. ഇവർക്കിതൊന്നൊരു വിഷയമേ അല്ല. സാധാരണ ഒരു മനുഷ്യർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ കാണിച്ച കാര്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇതിനി എന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് അതാ അവനാണ് അഭിലാഷ് എന്ന് പറഞ്ഞ ആട്ടാരാണ് തോന്നുന്നത്. ഇവനെയൊക്കെ മുഖത്ത് നോക്കി അവനാണ് പറഞ്ഞത് അത് ആണ്. ഇവനെയൊക്കെ എന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുറേ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവന്മാരെ നമുക്കറിയാലോ. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ചേട്ടനൊക്കെ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട് റൊമാൻറ്റിക് ആയിട്ട് ചെയ്യാൻ രേണുസുധീർ റൊമാൻറ്റിക് ഇതൊക്കെയാണ് അവർ കാണുന്നത്. ഇതൊക്കെയാണ് രേണുസുധീർ റൊമാൻറ്റിക്. അപ്പോൾ ഈ റൊമാൻറ്റിക് ആയിട്ട് ഇനിയൊരു ചെയ്യാൻ വേറെ ആരുമില്ല, രേണുസുധി മാത്രമേ ഉള്ളൂ. പിന്നെ അവരൊക്കെ കൂടെ ഇത് പറ്റും. അവരൊക്കെ കിടന്ന് കാണിക്കുന്ന കോലങ്ങൾ കണ്ടാൽ അതിനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് നമ്മളും അടുക്കുന്നതല്ലാതെ ഈ രേണുവിൻ്റെ വേറൊരു പകഭേദമാണ് അവർ. ആരെന്നെ പറഞ്ഞാലും അവർക്ക് വിഷയമില്ല. അവരുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അതാണ്. പക്ഷേ ഇത് സാമ്പത്തികമാണ് ലക്ഷ്യം, അല്ലാതെ വേറൊന്നുമല്ല ലക്ഷ്യം. നമുക്ക് നല്ലപോലെ അറിയാം. ഇത് കഴിഞ്ഞ് ഈ രേണുവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് പ്രത്യേകം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. സീരിയസ് ആയിട്ടുള്ള കാര്യം എന്നാണേലും പുള്ളിക്കാരി ലൈവ് വന്നാണ് ഇത്ര പശു കാടി കുടിച്ചേച്ച് നാക്കിട്ട് കാണിക്കുന്ന പോലെ കാണിച്ചതും. പിന്നെ നമ്മുടെ മഴത്തുള്ളിക്കലിക്കകത്ത് കൊച്ചിങ്ങനീഫ കുതിരയുടെ പുറത്ത് ആ തൈലം തടവി കഴിയുമ്പോൾ കുതിര കൊച്ചിങ്ങനീഫയ്ക്ക് കൊടുക്കുന്നൊരു സമ്മാനമുണ്ട്. ആ സമ്മാനം കഴിഞ്ഞ് കൊച്ചിങ്ങനീഫയുടെ ചുണ്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ സംഭവമൊക്കെ കണ്ടപ്പം തോന്നിയത്. പിന്നെ പുള്ളിക്കാരി അത്രയെല്ലാം കാണിച്ച് കൂട്ടിയിട്ടും വീണ്ടും ലൈവ് വന്നിട്ടുണ്ട്. ഇറക്കമുള്ളൊരു ഷർട്ട് കെട്ടി ഇറക്കം കുറച്ച്, പിന്നെ നിക്കർ. അത് പിന്നെ പുള്ളിക്കാരിക്ക് അവരുടെ വീട്ടുകാർ തന്നെ കളിയാക്കി അവരെ വിട്ടിട്ടുണ്ട്. ഈ മാതിരി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നാട്ടുകാർ നിക്കർ വിധവയെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഇവരുടെ വായിൽ തന്നെ വന്ന കാര്യം, അല്ലാതെ വേറെ ആരും പറഞ്ഞൊന്നുമല്ല. ഇവരുടെ വായിൽ തന്നെ വന്ന കാര്യമാണ്. ഇവരുടെ വീട്ടുകാർ വരെ ട്രോളി തുടങ്ങിയവരെ. അവരുടെ പുതിയൊരു ലൈവ് പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ആ ലൈവിനകത്ത് വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായിരുന്നു കാണിച്ചേ? ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നേ? എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്നല്ല ലൈവില്. ഇവർ ലൈവിൽ ഇവരോട് ഓരോരുത്തർ ചോദിക്കുന്ന കാര്യത്തിനുള്ള റിപ്ലൈ ആണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരോട് ചോദിച്ചതെന്ന് തോന്നുന്നു, നിങ്ങളുടെ ആരെങ്കിലും എന്നെ ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന്. അതാ പറഞ്ഞ കസിൻസൊക്കെ എന്നതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കസിൻസൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. കള്ളു കുടിക്കുമ്പോൾ മാത്രമല്ല കസിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനും കസിൻസ് ഉണ്ട്. അപ്പം ആ കസിൻസ് ചോദിച്ചപ്പം പുള്ളിക്കാരി കൊടുത്ത ഡയലോഗ് കേട്ടോ. മറ്റുള്ളവരൊക്കെ എന്നതൊക്കെയാണ് കാണിക്കുന്നത്, ഞാൻ അത്രയൊന്നും കാണിച്ചില്ലല്ലോ എന്ന്. ഇനി ഇതിൽ കൂടുതൽ എന്നതാണ് കാണിക്കാനുള്ളത്? എന്നതെങ്കിലും കാണിക്കാൻ ഇപ്പം തന്നെ ആ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ആ ഷർട്ടാണത്, അത് ഒരു സൈഡിലോട്ട് കെട്ടി അത് മേളിലോട്ട് കയറ്റി വെച്ചേക്കുന്നു. എന്നിട്ട് ആ വയറെ തടവി നിക്കർ ഇച്ചിലൂടെ ഇറക്കി വെച്ചേക്കുന്നു. ഇതാണ് പുള്ളിക്കാരി ഇരുന്ന് കാണിക്കുന്നത്. വിഷയമല്ലാത്ത കാര്യമാണ്.
എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിലാണ്. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് മയിലാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡ്. സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ മാതിരിയല്ലേ കാണാൻ പറ്റും. ഇത് വീഡിയോസ് അല്ലേ വരുന്നത്. സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലും പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇനി പറയുമ്പോൾ അങ്ങനെ പറയുക, സ്ക്രീൻ റെക്കോർഡെന്ന് പറയുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പുള്ളിക്കാരിക്ക് മാ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാര്യം ഈ മാ പറച്ചിൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇനി പതിയെ മാ മാറി പായും കായും തായും വായും യായും ലായും ഇങ്ങനെയൊക്കെയുള്ള പുതിയ വാക്കുകൾ ഇനി വരും. ഈ മായിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ രേണുവിനെ ആരെങ്കിലും ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രേണു ആദ്യമേ മാന്യമായിട്ടായിരുന്നു ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്നത്. രേണുവിൻ്റെ ഓരോടവും കാണിക്കത്തില്ലായിരുന്നു. രേണു മാന്യമായിട്ടും വൃത്തിയായിട്ടും ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്നത്. രേണു സ്റ്റെപ്പ് വെച്ച് പതിയെ കയറുന്ന അനുസരിച്ച് രേണു എന്നെ ഇത് ഉടുപ്പിലേക്ക് പോയി അന്ന് ഓരോരുത്തർ കളിയാക്കിയപ്പോൾ രേണു പറഞ്ഞു, ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല, എൻ്റെ കൂട്ടുകാരികൾ അവർ തരുന്നതാണ്. അന്ന് എല്ലാവരും ചോദിച്ചു, ശരിയോ കൂട്ടുകാരിയുടെ മക്കളുടെ 28 കെട്ടിന് കിട്ടിയ ഉടുപ്പായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഇവർ മേടിക്കുന്നതല്ലാന്നായിരുന്നു ഇവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്, എനിക്കിതൊന്നും മേടിക്കണം നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും കുറേ പേര് അന്ന് ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇനി വല്ലവരും കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലൊക്കെ വല്ലവരും തരുന്ന ഉടുപ്പിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇവർ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഇവർ മേടിക്കുന്നതായിരുന്നു, അല്ലാതെ ഇവരത് ആരും കൊടുക്കുന്നൊന്നുമല്ല. ഇവർ അങ്ങനത്തെ ഉള്ള ഉടുപ്പുകൾ എടുത്തിച്ച് അങ്ങനെ ഒരു പഴി പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ ആൾക്കാർ വലിയ മൈൻഡ് കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് പതിയെ ബെർമുഡയിലേക്ക് മാറി. അത് അല്ല 3/4 സൈസ് അത്രയും സൈസാക്കി. പിന്നെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഇറക്കം കുറഞ്ഞാക്കി. പിന്നെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഇറക്കം കുറഞ്ഞതാക്കി. പിന്നെ പുള്ളിക്കാരി പതിയെ വയറ് കാണിച്ചു തുടങ്ങി. അങ്ങനെ വയറ് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനും ആൾക്കാരൊക്കെ ഒന്ന് വെച്ച് പുള്ളിക്കാരി അതും പറഞ്ഞ് തപ്പി. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് പറഞ്ഞു നിൽക്കാനറിയാം. എനിക്കൊന്നും പറഞ്ഞാൽ തോന്നി ഇവർ എയർ ഹോസ്റ്റസോ അല്ലെങ്കിൽ നേഴ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും പഠിക്കാൻ മതി. ഇവർ LLBക്ക് പോയിരുന്നെങ്കിൽ നല്ലൊരു വക്കീലായി തീർന്നത്. കാര്യം ഒരു ചത്ത കോഴിയെ പറപ്പിക്കാമെന്ന് പറയുന്ന കൂട്ട് പരിപാടിയാണ് പറയുന്നത്. അതുപോലെ ഇവർക്ക് നാക്കുകൊണ്ട് ഇവർക്ക് പറഞ്ഞ് നിൽക്കാനറിയാം. ഏതൊരു കാര്യം അത് വളച്ചോടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് അവരവിടെ ലാൻഡ് ചെയ്യിപ്പിക്കും. അത് അങ്ങനെ ഇവർക്ക് പറഞ്ഞ് നിൽക്കാനറിയാം. അങ്ങനെ ഇവർ ഓരോന്നും കാണിച്ചാണ് ഇവർ ഈ ഒരു അവസ്ഥ വരെ എത്തിയത്. അന്നേരം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അയ്യോ പാവം അതങ്ങ് കാണിച്ചോട്ടെ, അത് അവിടെ ഒന്ന് ഇച്ചിരി കാണിച്ചോട്ടെ, അത് ജീവിച്ചോട്ടെ, അത് ഇപ്പുറത്തൊന്ന് കാണിച്ചോട്ടെ. ഇപ്പോഴും ഇവരെ ഓരോന്നും നന്മമനം കൽപ്പിച്ച് വരുന്ന കുറേ എണ്ണങ്ങളുണ്ട്. എനിക്കറിയാമല്ലോ ഇവർക്കൊക്കെ കണ്ണിന് കാഴ്ചയില്ലാഞ്ഞിട്ടാണോ എന്നാന്നറിയത്തില്ല. ഇങ്ങനൊന്നും ഇവരൊന്ന് ഏറി കയറുമ്പോണ്ടല്ലോ ഇവരെല്ലാം ഒന്ന് സൈലൻ്റ് ആകും. വീണ്ടും ഇവരൊക്കെ പതിയെ തലപൊക്കി പിന്നെയും വരും. ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ വീണ്ടും ഇങ്ങനെയുള്ള കോലംകെട്ടിലേക്ക് പോകുന്നത്. ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ അച്ചാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. പുള്ളി ഉദ്ദേശിച്ചത് സത്യത്തിൽ രേണുവിനെ അല്ല. ഇതൊക്കെ രേണുവിൻ്റെ കുട്ടന്മാരല്ലേ. ഈ കുട്ടന്മാരെയൊക്കെ ഒന്ന് വിശ്വസിക്കുക. രേണു കുട്ടന്മാരൊക്കെ വന്നേച്ച് അങ്ങനെയൊക്കെ പറയുമോ? ഒന്നും പറയില്ല. അവരിത് കാണാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇത് സബ് ചെയ്ത് കയറി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരോടൊന്നും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്. പുള്ളി ഉദ്ദേശിച്ചത് ഇതിനകത്ത് സബ് ചെയ്ത് കയറിയിരുന്ന് ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയവരെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരിക്ക് അത് വായിച്ചെടുത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിയെ പറഞ്ഞ പോലെ ആയിപ്പോയി. അതിനാണിപ്പോൾ പറഞ്ഞത്. ആ ഒരു ടോൺ മാറുന്ന രീതി കണ്ടോ. പുള്ളിക്കാരി ചെയ്യുന്ന ഏത് കാര്യവും തെറ്റാന്ന് ആരും പറയരുത്. അതിപ്പോൾ സബ് ചെയ്തവനല്ല, ഇനി ഞാൻ പറയുന്നില്ലത് അങ്ങനെയുള്ളവർ പറഞ്ഞാൽ പോലും പുള്ളിക്കാരി അന്നേരം അത് വയലൻ്റ് ആകും. പുള്ളിക്കാരി ഭയങ്കര പ്രശ്നക്കാരിയാകും. അന്നേരമാണ് പുള്ളിക്കാരി വായി വരുന്നതൊക്കെ വിളിച്ച് പറയുന്നത്. ഓ അങ്ങനെ സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനൊക്കെ നീ എന്നെ തെറി പറയാം. ആ നാറുകൾ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ. അതിന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാൻ പോവാം. ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വൈറലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ബൈ അപ്പം എല്ലാവർക്കും ബൈ ടാറ്റ. ഇന്നത്തെ ലൈവ് പുള്ളിക്കാരിക്ക് സുഖമില്ലാതെ പോയത് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി വയറ് കാണിച്ചു, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവരാരും വയറിൻ്റെ പറ്റി ചോദിച്ചില്ല. പുള്ളിക്കാരിയുടെ നിക്കർ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. തൊട വരെ കാണിച്ചിട്ടുണ്ട്. ആ തൊടയെപ്പറ്റി ആരും അഭിപ്രായം പറഞ്ഞില്ല. എൻ്റെ കുട്ടന്മാരെ നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്. കുട്ടന്മാർക്ക് വേണ്ടിയല്ലേ ഈ രേണുക്കുട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ?
അതാണ് പുള്ളിക്കാരിക്ക് ആ ഇരിപ്പ് അങ്ങോട്ട് ശരിയാകുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഞൊളപ്പാന്ന് ഇവർക്ക്, ഞൊളപ്പ്. ഈ ഞൊളഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയല്ല ഇരുന്നിട്ടും ആരും ചോദിക്കുന്നില്ല. ഒന്നും കൈലാശം അങ്ങനെയല്ലായിരുന്നല്ലോ, ചുണ്ട് കാണിച്ച് ചുണ്ട് മുറിഞ്ഞെന്ന് പറഞ്ഞ് ചുണ്ട് കാണിച്ചപ്പോൾ ചുണ്ടെ കടിച്ചോട്ടെ, അങ്ങനെ ഇവർക്ക് നല്ല നല്ല കമൻറ്റുകൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും അന്നത്തെ വിഷയം എടുത്ത് വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വളരെ മോശം കേട്ടോ. പുള്ളിക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചോദിക്കണ്ടേ, നിക്കറ് നല്ലതാണെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൂടെ? എന്നാ മനുഷ്യരാണോ. തൊപ്പി എനിക്കൊന്ന് റിതപ്പൻ്റെ ആണെന്ന് തോന്നുന്നു. കൊച്ചു പുറകെ വന്ന് തലക്കെട്ട് വല്ലതും തന്നിച്ച് തൊപ്പി എടുത്തുകൊണ്ട് പോകാതെ നോക്കിക്കും. ഫിൽറ്റർ മാറ്റാലോ? ഫിൽറ്റർ മാറ്റിയല്ലോ, ഇപ്പൊ ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ഓക്കെ, ഫിൽറ്റർ മാറ്റി. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, അവർ ഞൊളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുട്ടന്മാരാരും ഒന്നും ചോദിക്കുന്നില്ല. കുട്ടന്മാരാകെപ്പാടെ പറഞ്ഞൊരു കാര്യം, ഫിൽറ്റർ ഒന്ന് മാറ്റാൻ പറഞ്ഞു. നിക്കർ ഊരാൻ പറയാതിരുന്ന ഭാഗ്യം. പുള്ളിക്കാർ വേണേൽ അതും ചെയ്യും. കുട്ടന്മാർ പറഞ്ഞാൽ പുള്ളിക്കാരി എല്ലാം ചെയ്യും. കുട്ടന്മാർ ഫിൽറ്റർ മാറ്റാൻ പറഞ്ഞു, പുള്ളിക്കാരി മാറ്റി. ഫിൽറ്റർ ഇല്ലാത്ത ചേച്ചിയായിട്ട് വന്നു. ഫിൽറ്റർ മാറ്റി അവിടെ ഇരുന്ന് തിരിഞ്ഞും മറിഞ്ഞ്, നിങ്ങൾ കണ്ടായിരുന്നില്ല ഇത്, ഈ വീഡിയോ തുടക്കം നിങ്ങൾ കണ്ട ഒരു ഇരിപ്പ് കണ്ടായിരുന്നോ? എങ്ങനെയെല്ലാം ഇരുന്നിട്ടും ഒന്നും ഒരു കമൻറ്റ് വരുന്നില്ല. ആ ഒരു ദുഃഖം നല്ലപോലെ മുഖത്തുണ്ട് കേട്ടോ. ഫിൽറ്റർ മാറ്റി കൂട്ടാ. ഒഴിവാക്കിയുള്ള ഫിൽറ്ററും. അപ്പം ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നോടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ. ഇത് അവസാനം പറഞ്ഞ ഡയലോഗ് അടിപൊളി കേട്ടോ. ഞാൻ നോക്കിയിട്ട് അത് ഞങ്ങൾക്ക് പറയാനും കൂടെ എടുക്കാം, ഒന്ന് കടമായിട്ട് എടുക്കണം കേട്ടോ. രേണു, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ട് പോയിട്ട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് വേണം നമുക്കും അവസാനിപ്പിക്കുക. അതൊക്കെ അത് രസമുണ്ട് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞത് അത് തന്നെ. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമിച്ചു. എൻ്റെ വാക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് എഴുതി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അതിനി തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു വാക്ക്. അപ്പം പുള്ളിക്കാരി വന്നിരുന്ന് കുട്ടന്മാരൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. ഫിൽറ്റർ മാറ്റാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഫിൽറ്റർ മാറ്റൽ മാത്രമേ നടന്നുള്ളൂ. അത് മാത്രം നടന്ന് പുള്ളിക്കാരി പോയി. പുള്ളിക്കാരി ഉദ്ദേശിച്ച ഒരു മൂഡ് കിട്ടിയില്ല പുള്ളിക്കാരിക്ക്. ഈ കുട്ടന്മാരാണ് ഇതിനെല്ലാം കാരണം. കുട്ടന്മാർ ഇരുന്നാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫിൽറ്റർ മാറ്റാനൊക്കെ പറയുന്നത്. എന്നതിനെങ്ങനെ ഫിൽറ്ററൊക്കെ മാറ്റാൻ പറയുന്നത്? ചുണ്ട് മുറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. കുട്ടന്മാർ കാരണമാണ് ഇതെല്ലാം ഹൈ റേഞ്ചിലോട്ട് പോയത് കേട്ടോ. കുട്ടന്മാരെ എന്നാണല്ലോ അതിനകത്ത് കയറിക്കുന്നത് കുട്ടന്മാരെ സമ്മതിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ദീപ്തി പറയുന്നൊന്ന് കേൾക്കാം. നമ്മുടെ ദീപ്തി എന്നൊക്കെ നമുക്ക് അന്തസ്സായിട്ട് പറയാം കേട്ടോ. അതിനൊരു സംശയം വേണ്ട. നമ്മുടെ ദീപ്തിന്ന് നമുക്ക് നല്ല അഭിമാനത്തോടുകൂടി പറയുന്നൊരു വ്യക്തിയാണ് ഈ ദീപ്തി. ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെയാണ് സീതത്തോട് ഉള്ളൊരു വ്യക്തിയാണ്. ഞങ്ങളിവിടെ നിന്ന് ഒത്തിരി ദൂരെയൊന്നുമല്ല കേട്ടോ. സീതത്തോടുള്ള പുള്ളിക്കാരൻ ഇവർ ഒത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വീഡിയോസ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ കൃഷിയെ പിന്നെ മുട്ട കച്ചവടം അങ്ങനെ ഒരു ടീച്ചറാണ്. പിന്നെ സീതത്തോട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ല രസമാണ് അവിടെയൊക്കെ കാണാനായിട്ട്. ശരിക്കും ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പം അവിടെ ഇവർ ഈ കൃഷിയും കാര്യങ്ങളും ഇവരുടെ നാട്ടുമ്പുറമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇവരോട് പറയാറുണ്ട് അവിടെ വരാനും ഒരു ടൂറിസ്റ്റ് പോലെ വന്നേച്ച് അവിടെ താമസിക്കാൻ ഇവർ കൃഷി ഇവരുടെ ഫാമും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണണമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരോട് ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയായിട്ട് അല്ലാതെ ഒറ്റയ്ക്കായിട്ടൊന്നും ആരും പറഞ്ഞിട്ടുണ്ട് ഫാമിലിയായിട്ട്. കാര്യം വിദേശത്തുനിന്ന് വരുന്നവരൊക്കെയാണ് അവർ ഈ മരുഭൂമി കിടന്ന് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ളൊക്കെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അത് ഫാമിലിയായിട്ടൊക്കെ പോയി താമസിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ. അതിന് ഇനിയിപ്പം വെളിയിൽ നിന്ന് വരുന്നവർ മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമായിട്ട് ഇവർ ചെറിയൊരു രീതിക്ക് അവർ തുടങ്ങാനായിട്ട് അങ്ങനെ തീരുമാനിച്ചായിരുന്നു. ഫാം ടൂറിസം ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ദീപ്തി കൊണ്ട് കൂടെ ആ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ദീപ്തിയെ കാണുകയും സംസാരിക്കും. ദീപ്തിയുടെ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ കാണിക്കുക എടുക്കുക. അതുപോലെ ഇവർ ടൂറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. മലേഷ്യ അവിടെയൊക്കെ അതൊക്കെ ദീപ്തി കൊണ്ട് ആ കൂടെ ഒക്കെ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ ഇവർക്ക് ഈ കൃഷിയും കാര്യങ്ങളും പിന്നെ ഈ മഞ്ഞളിൻ്റെ ഒരു ബിസിനസ് ഇവർ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞൾ നമുക്ക് മായ ഒന്നും ചേർക്കാത്ത നല്ല മഞ്ഞൾ ഇവരിങ്ങനെ പൊടിച്ച് അവർ തന്നെ ഇവരുടെ പറമ്പിലും പിന്നെ അടുത്തുള്ളവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് ഈ മഞ്ഞൾ അടുത്ത പറമ്പുകളിലൊക്കെ നട്ട് അങ്ങനെ ഇവർക്ക് ഇതിന് ആവശ്യക്കാർ കൂടിയപ്പോഴത്തേക്ക് അങ്ങനെ ഇവർ ഈ ഒരു ബിസിനസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഒരു ഫ്രണ്ടിനെ ഇവർ ദയിപ്പിച്ചു.
അവർക്ക് ട്രാവൽ കമ്പനി എന്ന് പറയുന്നതാണ് സൈന എന്ന് പറഞ്ഞ അവർ ഭാര്യയും ഭർത്താവും കൂടാണ് ആ ഒരു ഇത് പരിപാടി കൊണ്ടുവരുന്നത്. അപ്പം സൈന എന്ന് പറഞ്ഞാൽ അവരെ ഇത് ഏൽപ്പിച്ച് ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ഇവർ ഈ ഒരു ഇങ്ങനെ വരുന്നവർക്ക് വിളിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയല്ലേ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് കുറേ അമ്മമാർ ഇങ്ങനെ വിളിച്ചു, ഒത്തിരി പേര് വിളിച്ച് അതിലൊരുത്തിന് മാത്രം ഇച്ചിരി സൂക്കേട് കൂടുതലായിരുന്നു. കുറേ അമ്മമാരുണ്ട് ഇങ്ങനെ, ഇവരെയൊന്നും ഞാരമ്പന്മാരെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചിലർക്കൊക്കെ നോവൂന്ന് ഇങ്ങനെ ഞാൻ കേട്ടു, ആരോ പറഞ്ഞു കേട്ടു, ചിലർക്കൊക്കെ നോവുന്നു. ഞരമ്പന്മാരെന്ന് പറയുന്നത് ചിലർക്കൊക്കെ സങ്കടം, കാര്യം അവരുടെ പേരായിരിക്കാം ചിലപ്പോൾ അതായിരിക്കും അവർക്ക് അത്രയും നോവുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാരെ ഞരമ്പ് രോഗികളും തന്നെയാണ്. നമ്മുടെ നാട്ടുമ്പുറത്തെ പച്ചയായ ഒരു ഭാഷയാണ്, തെറിയൊന്നുമല്ല, പച്ചയായിട്ടുള്ളൊരു വർത്തമാനമാണ്. തെറിയായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞരമ്പന്മാരെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് ഇത് ദീപ്തിയും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി പറയാം. ജെനുവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. അമ്മാറ് സൈഡിലിരിക്കുന്ന ആൾ എപ്പോഴാണ് ഉറങ്ങുക, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അവർ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ല. ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 12 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുക. അപ്പോൾ എന്ത് പറ്റി, സൈനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പുള്ളിക്കാരിക്ക് ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആവുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ടുകളയും, പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഭയങ്കര ടെൻഷനാവും. ഇത് മോശം മെസ്സേജുകൾ, പിന്നെ വോയിസ് മെസ്സേജുകൾ, കോളുകൾ. അപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ട് പുള്ളിക്കാരി കിടന്നു, അതായത് ഒരു 10 മണിക്ക് ശേഷം ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കും. രാവിലെ എണീക്കുമ്പോൾ ഫോൺ നിറയെ കോളുകളും കാര്യങ്ങളും. അപ്പം ഇത് ജെനുവിനായിട്ടുള്ള കോളാണെങ്കിൽ പുറത്തുള്ള ആൾക്കാർ നാട്ടിലെ ലീവിന് വരുന്നതിൻ്റെ കാര്യം പറയാൻ അവരുടെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. 1-2 കോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് അസുഖം വേറെയാണ്. അതാണ് പറഞ്ഞത്, ഈ ഇങ്ങനെ വിളിക്കുന്നവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞരമ്പന്മാരത്. ഇത് അസുഖം വേറെയാന്ന് മനസ്സിലായി. കാര്യം ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അത് മാന്യമായിട്ട് തുടങ്ങുന്നില്ല. അത് എന്നാണെന്നറിയാമോ, അതിൻ്റെ കാര്യത്തെപ്പറ്റി ദീപ്തി അവസാനം പറയുന്നുണ്ട്. അതെന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളെല്ലാവരും പറയാറുണ്ട്, ഇങ്ങനെ കാണിക്കുന്നവരെ നിങ്ങൾ എതിർക്കുന്നു, അങ്ങനെ കാണിക്കുന്നവരെ നിങ്ങൾ എതിർക്കുന്നു, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ. നമ്മൾ ആരും പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു റിയാക്ഷൻ വീഡിയോക്കാരും പറയാൻ പാടില്ല. അതായത് പരസ്യമായിട്ട്, അതായത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ, ഇങ്ങനെ പബ്ലിക്കായിട്ട്. അതായത് സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരിതൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ബിഹേവിയർ. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരുണ്ടെങ്കിൽ പോലും വളരെ മോശമായിട്ട്. അപ്പോൾ ഇവരൊക്കെ സൈനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാക്സിമം ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഇതിലൊരുത്തൻ വളരെ മോശമായിട്ട്. ഞാൻ ചിരിച്ചില്ലെന്നറിയോ, എനിക്ക് മറ്റു ദുർസ്വഭാവം ഒന്നുമില്ലെന്ന്. പിന്നെ ഇവൻ എന്ത് നല്ല സ്വഭാവമാണ് മറ്റ് ഒരു പെണ്ണിനോട് ഇങ്ങനൊരു മോശമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നത്. അത് മോശ സ്വഭാവമായിട്ട് ഇവന് തോന്നിയില്ലേ? അത് നല്ല ഇതാണ് ഈ ചില മനുഷ്യരൊക്കെ ധാരണ എന്നറിയാമോ, ഈ ഇങ്ങനെ കാണിക്കുന്ന പരിപാടി അതിൻ്റെ മഹാസംഭവം എന്നുള്ളതാണ്. പെണ്ണായാലും ആണായാലും ഉള്ള വിചാരം. കാര്യം വെച്ചാൽ ഇത് മോശം പരിപാടിയാണെന്ന് ആർക്കും തോന്നിയിട്ടില്ല. മറ്റ് കാര്യങ്ങളൊക്കെയാണ് മോശമായിട്ട് ഇവർക്ക് തോന്നുന്നത്. ഇത് ഇവർക്ക് മോശമായിട്ടുള്ള നല്ല സൽപ്രവൃത്തിയാണ്. പിന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന കോടീശ്വരനാണ്. കാര്യം ഇഷ്ടംപോലെ പൈസ ഇടുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ കിടന്ന് പൈസയ്ക്ക് വേണ്ടി കിടന്ന് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്. ഈ സബ് ഇത് തുടങ്ങി ഈ തുണി അഴിച്ച് കാണിക്കുന്ന ഇവൾമാരൊക്കെ ചിന്തിക്കണം. നീയൊക്കെ കാണിക്കുമ്പം ഈ മാന്യമായിട്ട് ഒരാൾ എന്നേലും ഒരു പരിപാടിക്ക് വന്നാൽ പോലും അവരും അനുഭവിക്കുന്നത് ഇത് തന്നെയാണെന്നുള്ളത്. ഇത് തന്നെയാണ്, ഈ ഒരു മോശം അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നീയൊക്കെ കിടന്ന് തുണി അഴിച്ച് ആടുമ്പോഴത്തേക്ക് ഈ റിയാക്ട് ചെയ്യുന്ന ഇത്രയും കിടന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സബിനകത്തൂടെ വന്ന് ഈ മാതിരി തോന്നിവാസം കാണിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു ബിസിനസ്സായിട്ടോ നമുക്ക് അത് ഈ നല്ലൊരു ഇതിനു വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. പക്ഷേ അവിടെ ഇപ്പോൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങളാണ് പൈസയുടെ ആർത്തി മൂത്തിട്ട് ഇത് എന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ വന്ന് കിടന്ന് കാണിക്കുന്ന പരിപാടിയാണ്. ഇത് പറയുമ്പോഴത്തേക്ക് ചിലർ പറയും, നിനക്കൊന്നും അതിനകത്ത് പോയി കിടന്ന് കാണിച്ച് പൈസ എടുക്കാൻ. എല്ലാവരെ കൊണ്ടും പറ്റും അതിനകത്ത്. അവൾമാർക്ക് മാത്രമായിട്ട് എഴുതി തീർവ് കൊടുത്തേക്കുന്ന സാധനമൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ അഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട് മനുഷ്യർക്ക്. പണ്ടൊക്കെ സ്ത്രീകൾ ആണുങ്ങളുടെ അടുത്ത് പോയി എവിടെയെങ്കിലും പോയി വ്യഭിചരിക്കുന്നതിനൊക്കെ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ ഓൺലൈൻ വ്യഭിചാരമെന്ന് പറയും, അതാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് വലിയ അഭിമാനത്തോടുകൂടി പറയുന്നത് അവരവരുടെ പേഴ്സണലായിട്ടുള്ളതിനകത്ത്. ഇതാണോ പേഴ്സണലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? പേഴ്സണലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം അയച്ചു കൊടുക്കുന്നതാണെങ്കിൽ ശരി, അവന് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്താന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ കാണിച്ച് ഇത് കുറേ എണ്ണത്തിന് വിളിച്ചിരുത്തി കാണിക്കുന്നതിന് പേഴ്സണലായിട്ടെന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് സബ് ചെയ്ത് കയറിയിരിക്കുന്ന എല്ലാവരും ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ രേണുവിൻ്റെ ഇങ്ങനെയുള്ള ഈ സബിനകത്തെ പല വീഡിയോസും ഈ റിയാക്ഷൻ വീഡിയോക്കാർ എടുത്തിടാത്ത വീഡിയോസ് പോലും വേറൊരു സൈറ്റിലുണ്ടെന്നുള്ളത്. അതിൽ മോശം സ്ത്രീകളുടെ ഇതായിട്ടുള്ളതിനകത്താണ് ഈ രേണുവിൻ്റെയും കിടക്കുന്നതെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ വീഡിയോ ചെയ്തേക്കുന്നതിനകത്ത് കണ്ടതാണ്. അവരൊന്നും എടുത്താലും റിയാക്ട് ചെയ്യാൻ പോകത്തില്ല, ചെയ്ത വിവരം അറിയും. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്തിട്ട് ഇന്ന് അങ്ങോട്ടുണ്ടാകാനായിട്ടൊന്നും പോകത്തില്ലാരും.
അപ്പോൾ ഇത്രയും മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെടുത്ത് എന്നാ ചെയ്ത് ഈ സൈന എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അത് ഏത് നട്ടലുള്ള ഏതൊരുത്തനാണേലും അത് ചോദിക്കാതിരിക്കത്തില്ല. കാര്യം സ്വന്തം ഭാര്യനെ ഫോണിൽ വിളിച്ചാണ് ഒരുത്തൻ അങ്ങനത്തെ തോന്നിവാസം പറയുക. ദീപ്തിയാന്ന് കരുതിക്കൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചത്. ദീപ്തിയാണോ അല്ലയോ എന്നുള്ളതല്ല, അവൻ്റെ ഭാര്യയോടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറിലേക്കാണ് വിളിച്ചത്. അവൻ അത്രയും തോന്നിവാസം വോയിസ് മെസ്സേജ് ആയിട്ടും അല്ലാതെ കോളായിട്ടും ഒക്കെ അവരെ ചെയ്ത് ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഈ പറയുന്ന ഡയലോഗ് ഇത്രയും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവരൊന്നും ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നട്ടലുള്ള ഏതൊരുത്തനും പിന്നെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഏതൊരു പെണ്ണിനും ഭർത്താവ് ഇങ്ങനെ ചോദിക്കുക തന്നെ ചെയ്യും. നമുക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് അതൊക്കെയാണ് നമ്മൾ ഇത്രയും കേട്ട് എനിക്ക് ഞാറവരിട്ട് ഇത്രയും കൊടുത്തെന്ന് കേൾക്കുമ്പോഴല്ലോ ആഹാ ഒരു സന്തോഷം. ഞാൻ സമ്മത് കേട്ടിട്ടില്ല. കുണാപ്പാ നീ എന്തിനാടാ കണ്ണി കണ്ട നമ്പറേക്ക് വിളിച്ചിട്ട് എനിക്ക് മുട്ടേണ്ടൊക്കെ പറയാൻ നിൽക്കണ്ട. വീട്ടിൽ വന്നടിക്കണ അറിയില്ല എനിക്കെന്നെ ആരാളെന്നാ ആരോടാ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടണ നമ്പറുകളിൽ വിളിച്ചിട്ട് നീ കിട്ടുമെന്ന് ചോദിക്കോ? എന്റെ ഞാൻ വിടണ എന്റെ വീട്ടിക്കാളെ ഇവന് ഈ ചീത്ത വിളിച്ചപ്പോൾ ഇതാര് ഏത് കേസായിട്ടാണ് ഇവന് മനസ്സിലാകുന്നില്ല. ഇവൻ ഇതാണ് തൊഴിലെന്ന് തോന്നുന്നു. ഇതുപോലെ ഇരുന്ന് ഇവൻ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ച് ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഈ സംഭവം വരുന്നതിൻ്റെ ഏത് ജില്ല എന്താണെന്ന് ഇവന് അറിയാൻ പറ്റുന്നില്ല. ഇവൻ ഈ എല്ലാ ജില്ലയിലും പെണ്ണുങ്ങളെ ഇങ്ങനെ കാണുന്നിടത്തെല്ലാം വിളിച്ച് ഇവൻ എന്നതൊക്കെയോ പറയുന്നുണ്ട്. ഇവൻ ഏത് ജില്ല എന്നുള്ള സംഭവം മനസ്സിലാകുന്നില്ല. ഇതാരാണ്, എന്നതാണ്, എവിടുന്നാണ്, ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അദ്ദേഹം തെളിവ് സഹിതമാണ് ഇവരിട്ട് കൊടുക്കുന്നത്. നല്ല ഡയലോഗാണ് അടിക്കുന്നത് കേട്ടോ. എന്നാലും അടിപൊളിയാണ്. വീട്ടിക്ക് ആള് വരണാണോടാ നിനക്ക്? ആളെന്നിട്ട് പറയാനുള്ളടാ? അത് നിന്റെ വോയിസ് അല്ലടാ. ആ കുടുംബം ഞാൻ പറഞ്ഞ അനക്ക് ഉള്ളതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അനക്കേ ആ സാധനം ഉള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വിളിക്കണ്ട നിക്കറ. ഞാൻ വീട്ടിക്ക് വരും. കട്ട് ചെയ്ത് ഞാൻ വീട്ടിക്ക് വരും. വീട്ടിക്ക് വരും അടിക്കും ഞാൻ. അതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നറിയോ, അവന് ഫാമിലി ഉള്ളതെന്ന്. അപ്പം അവൻ്റെ ഫാമിലിക്ക് വിലയുണ്ട്. അതാ പുള്ളി വെച്ച് നിൻ്റെ ഫാമിലി വന്നേച്ച് ഞാൻ ഈ മാതിരി കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവനത് വേണ്ട. അത് വേണ്ട അവന് മറ്റുള്ള ഫാമിലി കയറി കിടന്ന് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. അവൻ്റെ ഫാമിലി ഉണ്ടാക്കാൻ ചെല്ലരുത്. ഇങ്ങനെയുള്ള നാറികളുടെയൊക്കെ ഒരു ചിന്തയാണ് അവനവൻ്റെ ഫാമിലി സേഫ് ആണെന്നുള്ളതാണ്. ഇതുപോലെ കാണിക്കുന്ന തൊട്ടിത്തരം പലയിടത്ത് കാണിക്കുമ്പോണ്ടല്ലോ ഒരുത്തനേലും ചെല്ലും ഇവൻ്റെ പെരക്കകത്തോട്ട് ഇതേ തൊട്ടിത്തരം തന്നെ കാണിച്ചുകൊണ്ട് ചെല്ലണം. ഇതേ വർത്താനം തന്നെ ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പോഴേ ഇവനൊക്കെ മനസ്സിലാകത്തുള്ളൂ. അവന് ഫാമിലിയുണ്ട്. അവന് അന്നേരം പേടിയുണ്ട് അവൻ്റെ ഫാമിലിയെ. ഒരു ഫാമിലി ഉണ്ടായിട്ടാണ് അവന് ഈ മാതിരി ചെറ്റത്തരം കൊണ്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. എന്നിട്ട് ഇവൻ ഈ വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഇതിനിത് ആദ്യമായിട്ടൊന്നുള്ള സംഭവമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇതുപോലൊരു പണി ഇവനെങ്ങൊന്നും കിട്ടിക്കാണത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇനി ഇവൻ ഇറങ്ങാൻ ഒന്ന് പേടിക്കും. ഇവൻ ഇനി ഇറങ്ങാനായിട്ടൊന്ന് പേടിക്കും. പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ, നീ ഫോൺ വെച്ചാൽ കട്ട് ചെയ്താൽ ഞാൻ അവിടെ വരും. അവിടെ വന്ന് നാറ്റിക്കുന്നിടത്തേക്ക് അവന് പേടിയായി. ഈ വോയിസ് ആയിരുന്നണ്ട ഫാമിലി ഉള്ളവനെ അനക്ക് എന്റെ കുടുംബത്തുകാരാ. അനക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നീ അങ്ങ് കേറി ഉണ്ടാക്കുവോ? ഞാൻ വീട്ടിൽ കയറട്ടെ എന്നാ? ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കട്ടെ എന്റെ വീട്ടിലുള്ളവരോട്. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ വീടറിയില്ല, നിന്റെ നാടറിയില്ല, ഞാൻ ആരാന്നറിയില്ല, ഫേസ്ബുക്കിൽ കണ്ടല്ല, അതങ്ങ് പോയിക്കോളെന്ന് വിചാരിച്ചടാ എന്നെ? ഈ ചോദിച്ചതിന്റെ പെണ്ണിനോടല്ലേ? സോറി എന്നല്ല, പേടിച്ചു തൂറി. അപ്പൊ നിനക്ക് പേടിയുണ്ട് ആണുങ്ങൾ വന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ അവന് മനസ്സിലായി. അവന്റെ വീട്ടിൽ ചെന്ന് ഇവർ പണി കൊടുക്കുന്നു അവൻ ഉറപ്പായപ്പോഴത്തേക്കാണ് അവന്റെ സോറി പറച്ചിൽ കേട്ടോ. ആദ്യം അവൻ പറഞ്ഞാൽ ഞാനല്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും, എനിക്ക് ഫാമിലി ഉള്ളതെന്ന്. ഇവരവിടെ ചെല്ലും. ഇവന്റെ വോയിസ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവനൊന്ന് പേടിച്ചു. ഇതുപോലുള്ള കുറെ ഞരമ്പന്മാരും ഞരമ്പത്തികളും ഉണ്ട്. എന്നിട്ട് പ്രസംഗിക്കാൻ വരും ചിലവർ, കവലപ്രസംഗം മാതിരി. ഇവരെയൊക്കെ അങ്ങ് മാലാഖയാക്കാനായിട്ട്. എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഇത് പറയുന്നവരെ ഉടനെ ചോദിക്കും, നീയൊക്കെ മാലാഖയാണോ? ഇതൊക്കെ കേട്ടാൽ തോന്നും ഇവന്മാരാണോ നമ്മുടെ മാലാഖത്വം തെളിയിക്കാൻ വന്നേന്ന് തോന്നും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നീയൊക്കെ എവിടെയെങ്കിലും എന്നതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നീയൊക്കെ ഞങ്ങളെ ചീത്ത വിളിക്കാൻ ചീത്ത വിളിച്ചേച്ച് പറ. അന്ന് നമുക്ക് പറയാം, വേണ്ടേ ഇത് കണ്ടോ ഇങ്ങനെ കാണിച്ചിട്ടാണ്, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവർ തിരിച്ചൊന്ന് വിളിക്കുന്നതെന്ന്. നമുക്ക് ദീപ്തി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും പിന്നെ സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നോ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണരുത്. കറക്റ്റാണ് ഈ കാര്യം പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാം ഇതാണെന്നാണ് ഈ വരുന്നവന്മാരെല്ലാം വിചാരം. കാര്യം കുറേ അവന്മാർ വെളുപ്പിക്കാൻ നടക്കുന്നവന്മാരുണ്ട്. അവന്മാർ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറയുന്ന ഈ ഇങ്ങനെ തുണി അഴിച്ചാടുന്ന പെണ്ണുങ്ങളെ മാലാഹമാരാക്കി വെച്ച് അല്ലാതെ റിയാക്ട് ചെയ്യുന്ന പെണ്ണുങ്ങളെ തോന്നിയാസം പറയുന്നവന്മാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് ചിന്തിക്കുക.
ഈ വരുന്നതെല്ലാം അവൾമാരെ പോലുള്ളവരല്ല. വരുന്നവരെല്ലാം അവൾമാരെ പോലെ ഇങ്ങനെയുള്ളവന്മാർ. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരാൾ, ഞാൻ 2 പേരുടെ ലക്ഷ്മിയുടെ വീഡിയോയും പിന്നെ വേറൊരാളും കൂടെ ചെന്നു. അവർ 2 പേരും പറഞ്ഞത് ഇവരിങ്ങനെ കാണിക്കുന്നുണ്ട് മര്യാദയ്ക്ക് നടക്കുന്ന പെണ്ണുങ്ങൾക്കും ഇത് ശല്യമായി തീരുമെന്ന് പറഞ്ഞില്ലേ? എത്ര കറക്റ്റാണ് പറഞ്ഞത്. ഇപ്പോൾ തെളിവ് സഹിതമായിട്ട് കിട്ടിയില്ലേ? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കാണ് ചിലർക്ക് സഹിക്കാൻ മേലായിരിക്കുക. ചിലർ വന്നിച്ച് നമ്മളെ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, ഇതൊക്കെ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇത്രയും കൊണ്ടൊക്കെ നിർത്തുന്നത്. ഇതിനപ്പുറം കാണിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഇതിനപ്പുറം കാണിക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഉൾമാർ കാണിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. കരിബിൾമാരെ കണ്ട് പലരും അതുപോലെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എവിടെയെങ്കിലൊക്കെ കിടന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവരൊന്നും ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ അല്ല. അത് ലക്ഷ്മി പറയുന്നുണ്ട് അതിനകത്ത് പ്രത്യേകം. ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളവർ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് കാണാനും ഇതിലേക്ക് കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കൊച്ചു പിള്ളേർ പോലും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നൊരു മോശക്കാരാണ്. എന്നാ പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. രേണു പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നതായിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് തെറ്റുപറ്റും. ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം പഠിച്ചേച്ച് വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഏൽപ്പിക്കാം കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.